വേദജ്യോതിഷം അനുസരിച്ച് ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് സകല മേഖലകളിൽ നിന്നുമുള്ള അഭിവൃദ്ധിയും മനുഷ്യ ജീവിതത്തിലെ സന്തോഷവുമൊക്കെ വന്നു നിറയുവാൻ ഇടയാക്കുന്ന അത്രയേറെ പ്രാധാന്യമറിയിക്കുന്ന ഒരു ഗ്രഹമാണ് ബുധൻ. ബുധന്റെ അനുഗ്രഹം നിങ്ങളോടൊപ്പമുള്ള ആളുകൾക്ക് ജീവിതത്തിൽ പല വിധത്തിലുള്ള അംഗീകാരങ്ങളും വിജയങ്ങളുമൊക്കെ നേടിയെടുക്കുവാൻ കഴിയും എന്നുള്ളത് വാസ്തവമാണ്. 2025 ജനുവരി മാസം 24-ാം തീയതി 2025 ആദ്യത്തെ ബുധസംക്രമം നടക്കുകയാണ്. ജനുവരി 24 വൈകുന്നേരം 5:26 ബുധൻ മകരം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. അതുപോലെ തന്നെ വേദജ്യോതിഷം പറയുന്ന മറ്റൊരു കാര്യം, ബുധൻ എന്ന ഈ ഗ്രഹത്തിൻ്റെ സംക്രമം ഈ ഭൂലോകത്തുള്ള എല്ലാ മനുഷ്യരിലും അതിൻ്റേതായ ഗുണകരവും ദോഷകരവുമായ ഫലങ്ങൾ വിതയ്ക്കുന്നുണ്ട്. എന്നാൽ ബുധൻ്റെ മകരം രാശിയിലേക്കുള്ള ഈ സംക്രമം 5 രാശിക്കാർക്ക് അത്യന്തം ഗുണകരമായിട്ടുള്ള ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ നൽകുവാൻ പോവുകയാണ്. ഈ രാശിക്കാർ ആരൊക്കെയാണ് എന്നുള്ളതും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ദിവസങ്ങളിൽ ലഭിക്കുവാൻ പോകുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതുമാണ് ഇന്നത്തെ അധ്യായത്തിൽ നാം പരാമർശിക്കുന്നത്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. മകരം രാശിയിൽ ബുധൻ എത്തുമ്പോൾ ജീവിതത്തിൽ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കുവാൻ പോകുന്ന ആദ്യത്തെ രാശിക്കാർ അശ്വതി, ഭരണി, കാർത്തിക വരുന്ന മേടം രാശിക്കാരാണ്. ബുധന്റെ മകരം രാശിയിലുള്ള ഈ സംക്രമം മേടം രാശിക്കാരുടെ സ്വഭാവ രീതികളിൽ പോലും വളരെയധികം മാറ്റങ്ങൾ ഉളവാക്കുന്ന ഒരു സമയമാണ് വരുന്നത്. കാരണം നിങ്ങൾ പറയുന്നതും ചെയ്യുന്നതുമായ കാര്യങ്ങളിൽ വളരെയധികം വ്യക്തതയും സത്യസന്ധതയും ഒക്കെ ഉണ്ടായിരിക്കും. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഉചിതമായ പല തീരുമാനങ്ങളും ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ എടുക്കുവാൻ ഇടയാക്കും. ഇതോടൊപ്പം തന്നെ മേടം രാശിക്കാർക്ക് തൊഴിൽ മേഖലകളിലും നിങ്ങളുടെ വരുമാന സ്രോതസ്സിലുമൊക്കെ ചില മുന്നേറ്റങ്ങൾ ലഭിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ വരുന്നതായി കാണുന്നുണ്ട്. മാത്രമല്ല മേടം രാശിക്കാരിൽ ഒരു തൊഴിലിന് വേണ്ടി വളരെയധികം ആഗ്രഹിച്ച്, അതായത് തൊഴിൽ രഹിതരായി ഇതുവരെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ആളുകൾക്ക് വളരെ വലിയ ജോലി ഒന്നും അല്ലെങ്കിൽ പോലും നിങ്ങളുടെ ജീവിതത്തിലെ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കഷ്ടപ്പാടുകൾക്ക് മാറ്റം വരുന്ന തരത്തിലുള്ള ഒരു ജോലി സ്വന്തമാക്കാൻ കഴിയും. എന്തുകൊണ്ടും ഈ സംക്രമം മേടം രാശിക്കാരുടെ മേൽ അനുഗ്രഹഭാവത്തിലാണ് നിൽക്കുന്നത്. ബുധന്റെ മകരം രാശിയിലുള്ള സംക്രമം കൊണ്ട് ജീവിതത്തിൽ നേട്ടങ്ങൾ കൈവരിക്കുവാൻ പോകുന്ന രണ്ടാമത്തെ രാശിക്കാർ കാർത്തിക, രോഹിണി, മകീരം വരുന്ന ഇടവം രാശിക്കാരാണ്. ബുധന്റെ അകമഴിഞ്ഞ അനുഗ്രഹം ഇടവം രാശിക്കാരുടെ ജീവിതത്തിൽ, അതായത് കുടുംബജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലുമൊക്കെ വളരെയേറെ ശുഭകരമായ ഫലങ്ങളായിരിക്കും ഈ ഒരു കാലയളവിൽ നൽകുന്നത്. അതുപോലെ തന്നെ ഇതുവരെ മുന്നോട്ടുള്ള ഭാവി കാര്യങ്ങളെപ്പറ്റി പ്രത്യേകിച്ച് തീരുമാനങ്ങളൊന്നും ഇല്ലാതെയിരുന്ന ഇടവം രാശിക്കാർക്ക് അവരുടെ ഭാവിയെപ്പറ്റി ചില പ്രാധാന്യമുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുവാൻ കഴിയുന്ന സമയമായിരിക്കും ഇത്. ഇടവം രാശിക്കാരുടെ ജീവിതത്തിൽ ബുധന്റെ ഈ ഒരു അനുഗ്രഹത്തോടൊപ്പം തന്നെ മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും ഒക്കെ അനുഗ്രഹം അവരോടൊപ്പം ഉണ്ടാകും. അതിനാൽ തന്നെ വിദ്യാർത്ഥികളായിട്ടുള്ള ഇടവം രാശിക്കാരുടെ ജീവിതത്തിൽ പേരും പ്രശസ്തിയുമൊക്കെ നേടിയെടുക്കുന്ന തരത്തിലുള്ള വിജയങ്ങളായിരിക്കും വരുവാൻ പോകുന്നത്. ബുധന്റെ മകരം രാശിയിലുള്ള സംക്രമം കൊണ്ട് ജീവിതത്തിൽ ഉയർച്ചകൾ വരുവാൻ പോകുന്ന മൂന്നാമത്തെ രാശിക്കാർ ഉത്രം, അത്തം, ചിത്തിര വരുന്ന കന്നി രാശിക്കാരാണ്. ബുധന്റെ ഈ സംക്രമ സമയത്ത് കന്നി രാശിക്കാർക്ക് പുതിയതായി തുടക്കമിടുവാൻ പോകുന്ന തരത്തിലുള്ള എന്ത് കാര്യവും ചെയ്യുവാനുള്ള
ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയമാണ്. കാരണം ബുധൻ എല്ലാ ഭാഗ്യവും നിങ്ങൾക്ക് മേൽ ചൊരിഞ്ഞുകൊണ്ടാണ് ഈ ഒരു സമയത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തുടങ്ങി വെക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു വിജയകരമായിട്ടുള്ള ഫലമായിരിക്കും ലഭിക്കുവാൻ പോകുന്നത്. അതുപോലെ തന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള കോഴ്സുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കാലയളവിൽ ജോലിയിലേക്ക് പ്രവേശിക്കുവാനുള്ള അനുകൂല സാഹചര്യം ഒരുങ്ങി വരുന്നതായി ഫലത്തിൽ കാണുന്നു. മാത്രമല്ല കന്നി രാശിക്കാരായിട്ടുള്ള ആളുകളുടെ സാമ്പത്തിക കാര്യങ്ങൾ വളരെയധികം ഭംഗിയായി പോകുന്ന ഒരു സമയമായിരിക്കും ഇപ്പോൾ. അതായത് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും നിങ്ങൾ അറിയാത്ത തരത്തിൽ നിങ്ങളുടെ കയ്യിലേക്ക് സമ്പത്ത് വന്നു ചേരുന്ന അനുഭവമായിരിക്കും നിങ്ങൾക്കുണ്ടാകുന്നത്. ഇനി നാലാമതായിട്ട് ബുധൻ്റെ മകരം രാശിയിലുള്ള സംക്രമം കൊണ്ട് ജീവിതത്തിൽ ഗുണകരമായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കുവാൻ പോകുന്ന രാശിക്കാർ ചിത്തിര, ചോതി, വിശാഖം വരുന്ന തുലാം രാശിക്കാരാണ്. തുലാം രാശിക്കാരുടെ ജീവിതത്തിലെ പല മേഖലകളിലും വ്യത്യസ്തമായിട്ടുള്ള ചില മാറ്റങ്ങൾ വന്നു ഭവിക്കുന്ന ഒരു സമയമായിരിക്കും ഇത്. അതായത് തുലാം രാശിക്കാരിൽ പലർക്കും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് പ്രവേശിക്കാവുന്ന തരത്തിലുള്ള ഭാഗ്യവും അതുവഴി സാമ്പത്തികമായിട്ടുള്ള ഉന്നമനവുമൊക്കെ വരുവാനിടയാവുകയാണ്. മാത്രമല്ല ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കൊണ്ട് വളരെയധികം വിഷമിച്ചിരുന്ന, അതായത് ആശുപത്രി കയറി ഇറങ്ങി മടുത്തു എന്നുള്ള ഒരു അവസ്ഥയിൽ ജീവിതം വരെ വളരെ ദുരിതപൂർണമായി പോയിക്കൊണ്ടിരുന്ന ചില തുലാം രാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ ആ ഒരു രോഗാവസ്ഥയ്ക്ക് ഒരു ശമനം കാണുവാനിടയാകും. എന്തുകൊണ്ടും ബുധൻ്റെ ഈ ഒരു അനുഗ്രഹഭാവത്തിലുള്ള സംക്രമം നേട്ടങ്ങൾ മാത്രമായിരിക്കും നിങ്ങളിലേക്ക് നൽകുന്നത്. ഇനി അഞ്ചാമതായി ബുധൻ്റെ സംക്രമം കൊണ്ട് ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്യുവാൻ പോകുന്ന രാശിക്കാർ ഉത്രാടം, തിരുവോണം, അവിട്ടം വരുന്ന മകരം രാശിക്കാരാണ്. മകരം രാശിക്കാർക്ക് ബുധൻ ഗുണഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഈ ഒരു സമയത്ത് ഒന്നിലധികം സന്തോഷ വാർത്തകൾ കേൾക്കുവാനുള്ള ഭാഗ്യമുണ്ടാകും. അതുപോലെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കൊക്കെ, അതായത് മകരം രാശിക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ അവരുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് ചില നേട്ടങ്ങളൊക്കെ കൈവരിക്കുവാൻ കഴിയുന്ന ഒരു സമയമാണ് ഇത്. നിങ്ങളുടെ ബുദ്ധിയും കഴിവുകളുമൊക്കെ നല്ല രീതിയിൽ പ്രകടിപ്പിക്കുവാനുള്ള നിരവധി അവസരങ്ങളായിരിക്കും നിങ്ങളെ ഈ ഒരു കാലയളവിൽ തേടിയെത്തുന്നത്. അതോടൊപ്പം തന്നെ മകരം രാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് നിങ്ങൾ സ്വപ്നം കണ്ട തരത്തിലുള്ള ഒരു ജോലിയിലേക്കൊക്കെ പ്രവേശിക്കുവാനും അതുവഴി നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കഷ്ടപ്പാടുകളും ദുരിതങ്ങളുമൊക്കെ നിങ്ങളിൽ നിന്ന് അകലുവാനും ഇടയാകും. ഈശ്വരൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മളുടെ പൂജകളിലും പ്രത്യേക പ്രാർത്ഥനകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.